എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു വീട് വയ്ക്കുക എന്നത്. നമ്മളൊരു വീട് വയ്ക്കാൻ പോകുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നതാണ് നമ്മളെ വീടിൻ്റെ ബഡ്ജറ്റ്. ഏറ്റവും ആദ്യം നോക്കേണ്ടത് ബഡ്ജറ്റാണ്. ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ വീട് വയ്ക്കുന്ന പോലെയല്ല ഒരു 20 ലക്ഷം 30 ലക്ഷം ഒരു റേഞ്ച് അനുസരിച്ചിട്ടാണ് നമ്മൾ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു 4 റൂം പ്ലാനെല്ലാം വരഞ്ഞു 2000 സ്ക്വയർ ഫീറ്റ് എത്തി ഒരു 20-30 ലക്ഷമാണ് ബഡ്ജറ്റെങ്കിൽ ആ ഒരു റേറ്റിനത് ഫുൾ ഫിനിഷ് ആവില്ല. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഒരു വീടിൻ്റെ ബഡ്ജറ്റ് ആദ്യം തീരുമാനിക്കുക എന്നുള്ളതാണ്. ബഡ്ജറ്റിന് ശേഷം നമ്മളൊരു പ്ലാൻ വരയുമ്പോൾ ആദ്യം തന്നെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെയും കൊണ്ട് തന്നെ വരയിപ്പിക്കുക. ഒരു പ്ലാൻ വരയാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും ചെയ്യുന്നതാണ് ഒരു കോൺട്രാക്ടറെ പോയി കാണും. കോൺട്രാക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ ആദ്യം അവരൊരു പ്ലാൻ ആക്കിയിട്ട് അവരുടെ ഒരു റേറ്റാണ് ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു സിവിൽ എഞ്ചിനീയറെ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ കോൺടാക്ട് ചെയ്ത് പ്ലാൻ റെഡിയാക്കുക. ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ പ്ലാനാണ് വരയുന്നതെങ്കിൽ 2 ബെഡ്റൂം ആണെങ്കിൽ നമ്മളുടെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങൾ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് മാത്രം നമ്മളൊരു പ്ലാൻ വരയാൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു വീടിൻ്റെ വർക്കിൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കേണ്ട ഒരു സ്റ്റേജാണ് പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും ചെയ്യുക എന്നുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്ലാൻ വരയും, എന്നിട്ട് കോട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് കോൺട്രാക്ടറെ കൊണ്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനിലേക്കും പോവുക. അങ്ങനെയല്ല വേണ്ട, ഒരു പ്ലാൻ വരഞ്ഞ് ആ ഒരു പ്ലാനിൻ്റെ 2D പ്ലാൻ ആദ്യം റെഡിയാക്കി അതിൻ്റെ 3D എലിവേഷൻ ചെയ്ത് അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ അകത്തെ ഡിസൈൻ കൂടി ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ് ഒരു കോൺട്രാക്ടറെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടതും അതുപോലെ തന്നെ റേറ്റ് എടുക്കേണ്ടതും. ഈ ഒരു 3 സ്റ്റേജ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ഒരു വീടിൻ്റെ റേറ്റ് ടോട്ടലി എടുക്കാൻ പറ്റുകയുള്ളൂ. ഒരു പ്ലാൻ 2D പ്ലാൻ വരഞ്ഞു കഴിഞ്ഞ് എല്ലാവരും ചെയ്യുന്നതാണ് പിന്നെ ഇലക്ട്രിക്കൽ പ്ലാന്, പ്ലംബിംഗ് പ്ലാന്, സ്ട്രക്ചറൽ പ്ലാന് അങ്ങനെ വരയുന്നത്. പക്ഷേ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇലക്ട്രിക്കലോ പ്ലംബിങ്ങോ ചെയ്യാൻ പറ്റുകയുള്ളൂ. സ്ട്രക്ചറൽ പ്ലാൻ വരെ ഇപ്പോൾ നമ്മളൊരു ഇൻറ്റീരിയർ ഡിസൈനിൽ ഇപ്പോൾ ഒരു ലൈറ്റ് കൊടുത്ത് ഒരു പോയിൻ്റ്, ഒരു ഫോട്ടോ കൊടുത്ത് ഒരു ലൈറ്റ് പോയിൻ്റ് കൊടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സീലിംഗ് ഡിസൈൻ ഇപ്പോൾ എല്ലാവരും ജിംസ സീലിംഗ് ചെയ്യാറുണ്ട്. മെയിൻ സ്ലാബിൽ തന്നെ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും എല്ലാവരും കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരേണ്ടത് ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ്. അതും ഒരു 2000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയുള്ള വീടാണെങ്കിൽ ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരഞ്ഞ് അതിൻ്റെ ക്വാണ്ടിറ്റി അറിയാൻ വേണ്ടി മാത്രമാണ്. ഇൻറ്റീരിയർ ഡിസൈൻ ഇപ്പോൾ ചെയ്യുന്നതിലൂടെ ഫുള്ളി നമുക്കൊരു ഇലക്ട്രിക്കൽ വർക്ക്, ഇപ്പോൾ സ്വിച്ച് ബോർഡ് ആണെങ്കിലും ലൈറ്റ് പോയിൻ്റ് ആണെങ്കിലും സീലിംഗ് ഡിസൈൻ ആണെങ്കിലും ഡിസൈൻ രൂപത്തിൽ ഫുള്ളി വീട് കയറ്റി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ നിലയ്ക്ക് നമുക്കൊരു ഇലക്ട്രിക്കൽ ഡ്രോയിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഏറ്റവും ഫൈനലി മാത്രം ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് പ്ലാൻ വരയുമ്പോൾ ബഡ്ജറ്റ് ആദ്യം തീരുമാനിക്കുക. ഇപ്പോൾ ഒരു നോർമലി ഒരു 15 ലക്ഷം ബഡ്ജറ്റുള്ള